അശ്രദ്ധമായിട്ടുള്ള ഡ്രൈവിംഗ് ആണ്. അത് പിന്നെ നമ്മുടെ ഗതാഗത മന്ത്രി പറഞ്ഞിട്ടോ ഇല്ലെങ്കിൽ പോലീസിന്റെ അല്ല മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒന്നും നിർദ്ദേശം കൊണ്ടോ ഇല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൊണ്ടോ അവരത് ഒരിക്കലും എന്താ പറയാ അത് പിന്നെ സാധിച്ചെടുക്കില്ല. അവരത് അംഗീകരിക്കില്ല. അല്ലെങ്കിൽ അവര് ക്യാമറ ഒരിക്കലും ഓഫ് ആക്കില്ല. അവർ എനി ടൈം ക്യാമറയിൽ ഇങ്ങനെ ഓരോ ദൃശ്യങ്ങൾ ഒരു ചാനലിന് മിനിമം ഒരു 4 ക്യാമറ സാധ്യത കാണാറുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ആഭ്യന്തരം കൂടി മൂപ്പര കയ്യിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് മൂപ്പരും കൂടി ഒന്ന് ചിലപ്പോൾ മൂപ്പരും കൂടി അറിയായിരിക്കും. അല്ലെങ്കിൽ ഇത് അറിയണ ഒരാൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇതിൻ്റെ ബാക്കിൽ തിരക്കഥ എഴുതിയും കൊണ്ട് ഇരിക്കുന്നുണ്ട് ഓരോ ആളുകൾ. അപ്പോൾ നമ്മുടെ മലയാളി എവിടെ എന്നിട്ട് എന്തൊക്കെയാ വിശേഷം? സുഖം. അപ്പോ സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഞാനേ അവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ ഷാപ്പിക്ക് ഓട്ടം വന്നാണ്. അപ്പോൾ ഇത് പറയാനുള്ളത് പറയണം. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോന്നും ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും, ഞാനെന്നല്ല. അപ്പോൾ പിന്നെ ഇന്നത്തെ നമ്മുടെ കേരളത്തിൻ്റെ ആൾക്കാർ ചെയ്യണത് എങ്ങനെയാണത് പിന്നെ നമ്മളത് കണ്ടിട്ട് നമ്മൾ തന്നെയാണോ എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിക്കണത്. നമ്മുടെ കേരളം എത്രത്തോളം അതായത് സാക്ഷരത ഉണ്ടായിട്ട്, അതായത് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയുന്ന ആൾക്കാർ നമ്മുടെ കേരളത്തിൽ പിന്നെ ഒന്നാമതാണ് എന്നാണ് പറഞ്ഞത്. ഇന്ത്യയിൽ സാക്ഷരത കേരളം, പ്രബുദ്ധ കേരളം എന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. ഇപ്പം ശരിക്കും ഉള്ളത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളത് കേരളം ഒരു ഭ്രാന്താലയാണ് എന്നാണ്. അത് ഏകദേശം 1972 തോന്നുന്നുണ്ട്. മൂപ്പരെന്ന മറ്റേ ചിക്കാഗോയില്, അമേരിക്കയിലുള്ള ചിക്കാഗോയില് പ്രസംഗത്തിന് പോയപ്പോൾ അവിടെ പറഞ്ഞൊരു കാര്യമാണത്. അപ്പോൾ നമ്മുടെ നാട് അപ്പോൾ എങ്ങനെയാണ് ഏത് വിധത്തിലാണ് എത്തിപ്പെട്ടിരിക്കുന്നതെന്നും കൂടി അറിയാൻ കഴിയുന്നില്ല. കാരണം ഇന്നിപ്പോൾ ഉള്ളൊരു വാർത്ത, ഇന്ന് 2-3 വാർത്തകൾ വന്നു. ഒന്നാമത്തേത് മാതാവിനെ കൊന്ന് കുഴിച്ചു മൂടി അടുക്കളയിൽ മകൻ എന്നുള്ളത്. പിന്നെ അടുത്തത് ആരോഗ്യമന്ത്രിയെ എന്തൊക്കെ ചെയ്തിട്ട് ആക്രമിച്ചു യൂത്ത് കോൺഗ്രസ്സുകാർ. പിന്നെ അതേപോലെ തന്നെ 62കാരനായ ആൺ സുഹൃത്ത് പിന്നെ 42 വയസ്സുകാരിയായ പെൺ സുഹൃത്തിനെ കൊലപ്പെടുത്തി. അങ്ങനെ കുറേ എണ്ണമുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമ്മുടെ മലയാളികൾ എത്രത്തോളം എന്താ പറയുക പിന്നെ കഴിവുള്ള ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയേണ്ടപ്പോൾ ഓരോ ആളുകൾ കേട്ടോ, ഒരാൾക്ക് തന്നെ എത്രത്തോളം അവിഹിതമുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ചില ആൾക്കാർക്ക് അത് വലിയ പേടി ഉണ്ടാവില്ല, ഭയത്തോടു കൂടിയല്ല അവർ അത് ഇപ്പോൾ കാണുന്നുണ്ടാവുക. പക്ഷെ പിന്നീട് ഇതേപോലുള്ള അവസ്ഥ, പിന്നെ അതേപോലെ തന്നെ പിന്നെ അമ്മയെ മകൻ പിന്നെ കൊന്നു, എന്നിട്ട് അത് അടുക്കളയിൽ കുഴിച്ചു മൂടി എന്നൊക്കെ ഒരു മകന്, അത് നമ്മളിപ്പോൾ എന്താ പറയുക ഒരു തെറ്റ് ചെയ്താൽ അത് വലിയൊരു എന്താ പറയുക പാശ്ചാത്താപമായിട്ടാണ് നമുക്ക് പിന്നീട് അത് മാറുക. പക്ഷെ ഇപ്പോൾ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാണാനില്ല. പല 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 ഇപ്പോൾ കേരളം കഴിഞ്ഞ വർഷത്തിൽ തന്നെ ഇങ്ങനെ ഒരുപാട് കൊലപാതകങ്ങൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നും കൂടി ഡെവലപ്മെൻ്റ് ആവുകയാണ്. കാരണം ഒന്നാമത് നിയമം ശക്തമായിട്ട് എതിർക്കണില്ല, അത് ശരിക്കും സ്വാഗതം ചെയ്യുകയാണ്. ഓരോ കൊലപാതകങ്ങളായാലും ഓരോ എന്താ പറയുക ഓരോ അനാവശ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ കേരളത്തിലെ ജുഡീഷ്യൽ അത് നമ്മളെ സ്വാഗതം ചെയ്യാണ്. ഇപ്പോൾ ജയിലിൽ പിന്നെ ശമ്പളമുണ്ട്, ഭക്ഷണമുണ്ട്, എല്ലാ ചെലവും കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ മലയാളികളായ അതിപ്പോൾ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അവരാകെ അപ്സെറ്റ് ആവുകയാണ്. കാരണം ഇത് പിന്നെ ജോലി എന്നത് മാത്രം നമ്മുടെ കേരളത്തിനില്ല.
ഒരുപാട് ജോലി ഒഴിവുകളുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ജോലിയില്ല. എല്ലാ മേഖലയിലും ഒരുപാട് ഒഴിവുകളാണ്. അത് നമ്മുടെ ഈ സർക്കാരിനെ തന്നെ നമുക്ക് അത് പറയാനുണ്ട്. പിന്നെ എന്താ പറയുക, ആരോഗ്യമന്ത്രിയെ കഴുത്തിന് പിടിച്ച് തിരിച്ചു. അതേപോലെ തന്നെ പിന്നെ ആക്രമിച്ചു യൂത്ത് കോൺഗ്രസ്സുകാര്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പിന്നെ അവരുടേതായ ആൾക്കാർ തന്നെ, അതിപ്പോൾ എന്തായാലും ഇപ്പോൾ ഭരിക്കണ അവരാണ്. അപ്പോൾ പിന്നെ അവര് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിപ്പോൾ എന്തായാലും അത് ന്യായീകരിച്ചേ പറ്റുള്ളൂ. അതെന്തോ. പക്ഷെ ഇപ്പൊ ഈ സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ ആരോഗ്യകാരണം തന്നെ പറയാം, നമുക്ക് ജീവിക്കണമെങ്കിൽ ശരിക്കും നല്ല ആരോഗ്യം വേണം, അതിന് നല്ല ഭക്ഷണം വേണം, നല്ല മരുന്നുകൾ വേണം. രോഗം വന്ന് കഴിഞ്ഞാൽ വരുന്നതിൻ്റെ മുന്നേ ആണെങ്കിലും ഇതൊന്നും ഈ മന്ത്രിക്ക് അല്ലെങ്കിൽ ഇവിടെ ഭരിക്കണ ആശുപത്രിയിലുള്ള ഡോക്ടർമാർ ഒന്നും എന്താ പറയുക, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനെ അവർക്ക് കൊണ്ടുപോകാനുള്ള കഴിവില്ല. ശരിക്കും അതന്നെയാണ്. ഇപ്പോൾ നിരവധി എന്താ പറയുക ഇൻസിഡൻറ്റുകൾ നമ്മളിപ്പോൾ ആരോഗ്യ കേരളത്തിൽ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഇനിയിപ്പോൾ ഉദാഹരണങ്ങളൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കൈമുട്ട് വേദനയായിട്ട് പോയ ഒരു ചെറുപ്പക്കാരൻ്റെ കണ്ണില്ലാത്ത കാഴ്ചയായിട്ടാണ് അയാൾ തിരിച്ചു വരുന്നത്. അങ്ങനെ എന്തൊക്കെ സ്വപ്നങ്ങളും ജീവിതങ്ങളും ഒക്കെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ആരുടെ കുറവ് വെച്ചാൽ ആരോഗ്യമന്ത്രിയുടെ കുഴപ്പം തന്നെയാണ്. കാരണം അവർക്കത് അറിയില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അവർക്ക് ആരോഗ്യത്തിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്ത വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ മേഖല, നമ്മുടെ കേരളത്തിൻ്റെ ഓരോ മേഖല എങ്ങനെയാണ് മുന്നോട്ട് പോവുക? അത് മുഖ്യമന്ത്രിക്കും അറിയില്ല. എന്തൊക്കെയോ ഇപ്പോൾ ഹൈക്കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട് സർക്കാരിൻ്റെ അടുത്ത്, ശബരിമലയിൽ ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ എന്താ പറയുക, പിന്നെ മോഷണം തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ജനങ്ങളുടെ മാനസിക നില തെറ്റാതിരിക്കുക എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. ആ റോഡിലാണെങ്കിൽ നമ്മൾ വലിയ വായിൽ പറയും, പിന്നെ ഇപ്പോൾ ഈ റോഡിൽ മുൻഗണന സീബ്ര ലൈനിലാണ്, ആളുകൾക്കാണ് മുൻഗണന എന്നൊക്കെ പറയും. പക്ഷേ ഒരു സീബ്ര ലൈനെ മുറിച്ച് കിടക്കണമെങ്കിൽ നമ്മൾ ഏകദേശം 1 മണിക്കൂർ നേരം അല്ലെങ്കിൽ അരമണിക്കൂർ നേരം, ഇല്ലെങ്കിൽ ഒരു 25 മിനിറ്റ് നേരം അവിടെ കാത്തിക്കണം. കാരണം ഒരാൾ അവിടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ വാഹനങ്ങളൊന്നും നിർത്തി കൊടുക്കുന്നില്ല, ഒക്കെ എന്താ പറയുക ഭയങ്കര സ്പീഡിലാണ്. അല്ലെങ്കിൽ ഞാൻ കടന്നു പോയിട്ട് നീ പോയാൽ മതി എന്നുള്ളൊരു ധാരണയും കൂടി ഉണ്ട് അവിടെ. ഇതൊക്കെ നമ്മുടെ റോഡിൻ്റെ കാര്യത്തിൽ പിന്നെ കാണിക്കണ ഓരോ അബദ്ധങ്ങൾ എന്ന് നമുക്കതിൽ പറയാൻ കഴിയുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ അവർ വലിയ ആൾക്കാരാണ് അല്ലെങ്കിൽ അവർ ചെയ്തത് ശരിയാണ് തെറ്റാണെന്നൊന്നും പറയില്ല. അതൊക്കെ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം. ഇപ്പം ഞാനാണോ അല്ലെങ്കിൽ നിങ്ങളാണോ എന്നല്ല കേട്ടോ, നിങ്ങളിൽ ഞാനും ഉണ്ട്. പിന്നെ 62 വയസ്സായ പിന്നെ പെൺ സുഹൃത്തിനെ, അല്ല 62 അല്ല 42 വയസ്സായ, എന്തായാലും വയസ്സല്ല അവിടെ പ്രശ്നം. അവിടെ എല്ലാതും അറിയിക്കും വീട്ടുകാരോട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ബന്ധം ഏകദേശം 20 വർഷത്തോളം പിന്നിലാണ്. അപ്പോൾ ഈ 62 വയസ്സുകാരൻ അന്ന് എത്ര വയസ്സുണ്ടാവും? 42 വയസ്സുണ്ടാവും. ഈ 42 വയസ്സുകാരിക്ക് അന്ന് 22 വയസ്സാവും. അപ്പോൾ രണ്ടാൾക്കും നല്ല പ്രായമാണ്, 22ഉം 42ഉം. പിന്നെ ആരോഗ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാവില്ല. അപ്പോൾ ആരോഗ്യം ഇല്ലാതെ വരുമ്പോഴാണ് ഈ അവിഹിതത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടോ, അതിൽ വിള്ളലുകൾ വരും. അപ്പോൾ അവിഹിതത്തിൽ മാത്രം, ഭാര്യ ഭർത്താവ് ബന്ധത്തിലല്ല, അത് കുറച്ച് ഡീപ്പാവുന്നു മാത്രം. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഈ 62കാരന് തോന്നിയൊരു ബുദ്ധിയാണ് ആ കൂടെ കിടന്ന ആ സ്ത്രീയെ ഇല്ലാതെയാക്കുക എന്നുള്ളത്, ആരും അറിയാതെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാണ്, ഇത് ആരുടെ ഭാഗത്തുള്ള തെറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ആൾക്കാർ ഒന്നാമത് കളിയാക്കിക്കൊണ്ടാണ് പറയണത്.
അവളെ കടപ്പാണ്, ഇവന്റെ കടപ്പാണ്, മറ്റവന്റെ കടപ്പാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ ഒരു സംസ്കാരമായിട്ടുള്ള കാര്യങ്ങൾ. എന്തോ ഇവിടെ മണ്ണാർക്കാട് നല്ല ചെറിയതായിട്ട് ചാറ്റൽ മഴയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നൊട്ടമലയിലാണ്. അപ്പോൾ ഇന്ന് അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ വീണ ജോർജ് ആരോഗ്യമന്ത്രിയുടെ കാര്യം ഭയങ്കര എന്താ പറയുക, പിന്നെ ഐസിയുവിലാണ്, ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്താക്കാർ എന്താ പറയുക ആഘോഷിക്കുന്നുണ്ട്. ഏത് വാർത്ത തുറന്നാലും വീണ ജോർജ് ആരോഗ്യമന്ത്രി, KSU പ്രവർത്തകർ മോശമായി പെരുമാറി, പിന്നെ ആക്രമിച്ചു, ഗുരുതരമായ പരിക്ക് എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞ് അവസാനം വാർത്താക്കാർ എത്തുന്നത്. അപ്പോൾ ഭയങ്കര എന്താ പറയുക, പിന്നെ ശുശ്രൂഷയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർമാർ. നമ്മളിപ്പോൾ കുറച്ച് മുന്നേ കണ്ടതാണ്. ഒരു 8-10 നേഴ്സുമാരും ഒരു 10 ഡോക്ടർമാരും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കണത്, ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേയൊക്കെ നമ്മളിപ്പോൾ ഓരോ തരത്തിലുള്ള വാർത്തകൾ കേട്ടു ആരോഗ്യ മേഖലയിൽ നിന്ന് തന്നെ. നമ്മുടെ കേരള സംസ്ഥാനം ആരോഗ്യ കേരളത്തിൽ നമ്പർ 1 ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി മറിച്ചിരുന്നു ഈ വീണ ജോർജ് എന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി. ഇപ്പോൾ കണ്ണൂരിൽ എന്തിനൊക്കെ പരിപാടിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴാണോ ഇനി പോകുമ്പോഴാണോ എന്നറിയില്ല, കരിങ്കോടി കാണിച്ചു. KSU പ്രവർത്തകർ കഴുത്തിന് പിടിച്ച് തള്ളി, കൈ പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ നമ്മൾ കണ്ടിട്ടില്ല. സാധാരണ ഈ വാർത്താമാധ്യമങ്ങൾ അവർ ക്യാമറ ഒരിക്കലും ഓഫാക്കില്ല. അവർ എനി ടൈം ക്യാമറയിൽ ഇങ്ങനെ ഓരോ ദൃശ്യങ്ങൾ, ഒരു ചാനലിന് മിനിമം ഒരു 4 ക്യാമറാമാരുണ്ടാവും. മാതൃഭൂമി ആയിക്കോട്ടെ, 24-ന് പിന്നെ റിപ്പോർട്ടറിനേക്കാളും കൂടും. അപ്പോൾ ഇവരൊക്കെ ഓരോ വിഷ്വൽസ് ഇങ്ങനെ എടുത്ത് പക്ഷെ അവരുടെ കയ്യിലുണ്ടാവും. കാരണം നമ്മളിവിടെ കണ്ടത് KSU പ്രവർത്തകർ ആകെ 3, 4, 5 പേരുണ്ട്. പിന്നെ ഒരുപാട് മന്ത്രിക്ക് ഒരുപാട് സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്. ഏകദേശം ഒരു 10-25ഓളം അടങ്ങുന്ന പോലീസിൻ്റെ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ തള്ളി മാറ്റിയിട്ട് ഈ 4-5 പേര് ഒരിക്കലും പോവാൻ ചാൻസ് ഇല്ല. ഇനി പോയാലും മന്ത്രിയെ കയറി പിടിക്കുക ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. കാരണം അവർ സ്ത്രീയാണ്. അതിൻ്റെ ഒരു ബഹുമാനോ അല്ലെങ്കിൽ പിന്നെ ഒരു മന്ത്രിയാന്നുള്ളൊരു പേടിയെങ്കിലും ഉണ്ടാവും തീർച്ചയായിട്ടും. ഇപ്പോൾ ഭരിക്കലിപ്പോൾ LDF സർക്കാർ ആയതുകൊണ്ട്. അപ്പോൾ നമ്മുടെ VD സതീശൻ വന്നിട്ട് പറയുന്നുണ്ട് അവിടെ ആക്രമിച്ചിട്ടില്ല, അവർ പിന്നെ അടുത്ത് കൂടി പോയിട്ടില്ല. 35 പോലീസുകാരുടെ ഇടയിൽ 35 എന്നില്ലെങ്കിൽ ഇനി 10 ഉണ്ടെങ്കിലും പോവില്ല. അപ്പോൾ അതൊക്കെ വാർത്താമാധ്യമങ്ങൾ കയ്യിലുണ്ടാവും. വാർത്തകൾ കൊടുത്ത് ആളുകളുടെ മുന്നിൽ എത്തിക്കുകയാണ് ഇപ്പോൾ വാർത്താക്കാർ ചെയ്യണ പരിപാടി, ആഘോഷിക്കുകയാണ്. ഇപ്പോൾ സാധാരണക്കാരന് ഒരു പിന്നെ വെന്റിലേറ്ററിലോ ICUയിലോ അങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഈ നേഴ്സുമാരൊക്കെ ഓടി വരുമോ, ഡോക്ടർമാരൊക്കെ ഓടി വരുമോ, അല്ലെങ്കിൽ ഈ പിന്നെ CPR എടുക്കാനും പിന്നെ അല്ലെങ്കിൽ വേറെ പിന്നെ പ്രഷർ എടുക്കുന്ന സാധനങ്ങളും അതുകൊണ്ടൊക്കെ ഓടി വരും? ഒരിക്കലും വരില്ല. ശരിക്കും അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സർക്കാർ ഓഫീസ് അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിലുള്ള ഓടി വരണമെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ നിർണയം എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷെ അതേപോലെ ഉള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനോ ചെയ്യാതിരിക്കാനോ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും ഇത് കുറച്ച് ഓവറാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കുറേയൊക്കെ ഇവർ തന്നെ മനഃപൂർവ്വം പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കണമാണോ എന്നൊരു സംശയമുണ്ട്. കാരണം പല കാര്യങ്ങളും ഇപ്പോൾ ഇനിയിപ്പോൾ ഒരാഴ്ചത്തോളം വീണ ജോർജിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാവും. ഇപ്പോൾ ഇനി ഒന്നും ജനങ്ങൾ അറിയില്ല. ഇനി ഇന്ത്യയുടെ പുറത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മുഖ്യമന്ത്രി ഏതൊക്കെ ജനങ്ങളുടെ ഒരു ഡാറ്റ കളക്ട് ചെയ്തിട്ട് അത് വേറെ ഏതൊക്കെ സൈറ്റിലേക്ക് വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് VD സതീശൻ പറയണ്ടായി. VD സതീശൻ മാത്രമല്ല, വേറെ ഏതൊക്കെ 2-3 മാധ്യമങ്ങൾ, അതായത് നമ്മുടെ എല്ലാം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ വാട്സപ്പ് ആധാറായിട്ട് ലിങ്കാവും, ഇല്ല ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കായിട്ട് ലിങ്കാവും, പാൻ കാർഡ് ബാങ്കുമായിട്ട് ലിങ്കാവും. അപ്പോൾ പലതും പലതരത്തിലുള്ള ലിങ്കുകളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമ്മുടെ സർക്കാരിൻ്റെ ആളുകൾക്ക് അവർക്ക് ഇത് ആര് കൊടുത്തു, ഡാറ്റ കളക്ഷൻ ആര് കൊടുത്തു, പല രീതിയിലുള്ള എന്താ പറയുക പ്രശ്നങ്ങളാവും ഇനി ഉണ്ടാവുക എന്നാണ്
വി.ഡി. സതീശൻ പറയാം. കാരണം ഇതിപ്പോൾ ഇനി പൈസയുടെ കാര്യം തന്നെയാവും തീർച്ചയായിട്ടും. കാരണം പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളെ പറ്റിക്കാനായിട്ട് ഒരുപാട് പിന്നെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. വാട്സപ്പ് ലിങ്ക് വഴി അയക്കുക, ബാങ്കിലെ പണം തട്ടുക. അപ്പോൾ അങ്ങനെ ഓരോ തരത്തിലുള്ള പിന്നെ ഓരോ തട്ടിപ്പുകളാണ് ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ അതിന് ഉള്ള സാധ്യത കാണാണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ആഭ്യന്തരം കൂടി മൂപ്പര കയ്യിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് മൂപ്പരും കൂടി ഒന്ന് ചിലപ്പോൾ മൂപ്പരും കൂടി അറിയായിരിക്കും, അല്ലെങ്കിൽ ഇത് അറിയണ ഒരാൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇതിൻ്റെ ബാക്കിൽ തിരക്കഥ എഴുതിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് ഓരോ ആളുകൾ. അപ്പോൾ നമ്മുടെ മലയാളികളെ പറ്റിക്കാൻ എളുപ്പമാണ്. കാരണം മലയാളികൾ തന്നെ പറ്റിക്കാണ്. കാരണം പറഞ്ഞിട്ട് വിശ്വസിപ്പിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ ഓരോ വിശ്വാസത്തിലൂടെ അവർ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കുകയാണ്. അപ്പോൾ പിന്നെ പുറത്തുള്ള ആൾക്കാരെ പറിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അവരൊക്കെ ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഇഷ്ടം പോലെ പണം എന്താ പറയുക സൈബറായിട്ട് പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാരണം മലയാളികൾ കൊടുക്കുകയാണ്, അത് വീണ് പോവുകയാണ്. പക്ഷെ ഇവരെങ്ങനെയാണ് ആ വീണെന്ന് അറിയാത്തത്. അതപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കണേ. അതിപ്പോൾ പൈസയുടെ കാര്യത്തിലാണെങ്കിൽ പിന്നെ മലയാളികൾ പെട്ടെന്ന് വീഴും. കാരണം 5000-ന് 15,000 തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം 5000 ഇട്ട് കൊടുക്കും. പിന്നെ 15,000 കിട്ടും. പിന്നെ 2-3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പറയും 25,000-ന് ഞങ്ങൾ 50,000 തരാമെന്ന് പറയും. അപ്പോൾ കടം കള്ളി മേടിച്ചിട്ട് എവിടുന്ന് വേണം അവർ കൊടുത്തിട്ട് അവസാനം പിന്നെ മൂഞ്ചിപ്പിക്കും. എന്നിട്ടത് മൊത്തത്തിലുള്ള ആൾക്കാർ ഇത് പറയും. വാങ്ങുമ്പോൾ കിട്ടാനുണ്ടാകുമ്പോൾ പറയില്ല, പോയി കഴിഞ്ഞാൽ പറയും. അതാണ് നമ്മുടെ സിസ്റ്റം. നമ്മളങ്ങനെ കുന്തിപ്പുഴ എത്തിയിട്ടോ. വൈകുന്നേരത്തെ തിരക്ക് നല്ല കമ്മിയായി വരികയാണ്. ഇനിയിപ്പോൾ നോമ്പറക്കണ സമയം കൂടിയല്ലേ, പിന്നെ ആളുകളൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ തന്നെ എന്തോ ഒരു ഭയങ്കര മൂടലാണ്. അതേപോലെ ഇന്നലെ അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു കാര്യം പറയണതേ, അതായത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ഇത് എപ്പോഴും പറഞ്ഞ് വെറുപ്പിക്കുകയല്ല കേട്ടോ സുഹൃത്തുക്കളെ. കാരണം നമ്മുടെയൊക്കെ ശ്രദ്ധ മാറുമ്പോഴാണ് അപകടം ജനിക്കുക എന്ന് പറയുന്നുണ്ട്. നമ്മൾ 2 വശങ്ങളിലുള്ള ഗ്ലാസ്സിൽ നമ്മൾ 2 സൈഡിലേക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് തല തിരിച്ച് വെട്ടിച്ച് നോക്കണം. കാരണം ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവും. വാഹനങ്ങൾ ബൈക്കായാലും കാറായാലും ഇനി ബസ്സായാലും ലോറി ആയാലും ആംബുലൻസ് ആയാലും അത് വരുന്നത് ഭയങ്കര സ്പീഡിലാണ്. ഇപ്പോൾ ആംബുലൻസിൻ്റെ വേഗതയാണ് ഇപ്പോൾ എല്ലാ വാഹനങ്ങൾക്കും. അപ്പോൾ നമ്മൾ 2 വശത്തേക്കും നോക്കിയിട്ട് വേണം നമ്മൾ വാഹനം ഓടിക്കാൻ. ബൈക്കുകാർ ചിലപ്പോൾ ഇടത് വശത്തേക്കൂടെ പോകും, നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് ഓടിച്ചാൽ, ഒന്ന് വെട്ടിച്ചാൽ, അതിപ്പോൾ ബസ്സായിക്കോട്ടെ ലോറി ആയിക്കോട്ടെ, അവർക്ക് കാണാൻ കഴിയില്ല. ബ്ലൈൻഡ് സ്പോട്ട് എന്താണെന്നുള്ളത് ഈ ഡ്രൈവിങ് പഠിച്ചിറങ്ങണ പഴയ ആൾക്കാർക്ക് അറിയാം. പക്ഷേ പുതിയ ആൾക്കാർക്ക് അത് അറിയില്ല. അറിഞ്ഞാലും അത് അവർ ശ്രദ്ധിക്കില്ല. എന്താണ് ഞങ്ങൾക്കറിയാം ബ്ലൈൻഡ് സ്പോട്ട് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ബ്ലൈൻഡ് സ്പോട്ട് എന്താണെന്നുള്ളത് വണ്ടിയുടെ അടിയിൽ കിടക്കുമ്പോഴാവും അവർക്കറിയാം ഇത് ഡ്രൈവർക്ക് കാണാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു അല്ലേ എന്നുള്ളത്. അപ്പോഴാണ് അവർക്ക് ഓർമ്മ വരിക. അതുവരെ എനിക്ക് ഡ്രൈവിങ്ങിനെ പഠിപ്പിക്കാൻ വേണ്ട. ഡ്രൈവിങ്ങിൻ്റെ കാര്യം ആരാ പറയാം. അത് മോട്ടോർ വെഹിക്കിളായാലും ശരി, പോലീസിൻ്റെ ആയാലും ശരി, ഒക്കെ എന്താ പറയുക, ഒക്കെ എനിക്ക് അറിയാമെന്നുള്ളതാണ്. പക്ഷെ നമുക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ വളരെ എന്താ പറയുക, നമുക്ക് രോഗം ഭേദമാവുന്നത് വരെ. ഇനിയിപ്പോൾ അപകടത്തിൽ ഉണ്ടായാൽ ആർക്കും ചെറിയ പരിക്കുകളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ, വലിയ പരിക്ക് പറ്റിയാൽ പിന്നെ അവർ വർഷങ്ങളോളമൊക്കെ അത് ഓർത്തിരിക്കും. ചെറിയ പരിക്കാണെങ്കിൽ അത് പെട്ടെന്ന് മറക്കും. പിന്നീട് പഴയ പോലെ തന്നെ അവർ ഇതിലേക്ക് കടക്കും. അപ്പോൾ ആരെയും പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ തന്നെ സ്വയം മാറണം എന്നാണ്. ഞാൻ മാറുക എന്നല്ല കേട്ടോ. ഇപ്പോൾ കൂടുതൽ എന്താ അറിയോ, അശ്രദ്ധമായിട്ടുള്ള ഡ്രൈവിങ്ങാണ്. അത് നമ്മുടെ ഗതാഗത മന്ത്രി പറഞ്ഞിട്ടോ ഇല്ലെങ്കിൽ പോലീസിൻ്റെ അല്ല മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊന്നും നിർദ്ദേശം കൊണ്ടോ ഇല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൊണ്ടോ അവരത് ഒരിക്കലും എന്താ പറയുക, അത് സാധിച്ചെടുക്കില്ല. അവരത് അംഗീകരിക്കില്ല. അല്ലെങ്കിൽ അതൊരു
റോഡിൽ അത് കാണിക്കില്ല. എന്നാൽ ഈ പോകുന്ന ആൾക്കാരൊക്കെ വിദേശത്ത് പോയിട്ട് അവർ നല്ല രീതിയിൽ ഡ്രൈവിങ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഇവിടെ മാത്രം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നിയമത്തിൻ്റെ ഒരു എന്താ പറയുക പ്രസക്തി അത് ഇവിടെയുള്ള ആൾക്കാർക്ക് വിലയില്ല. അത് നമ്മുടെ ഗവൺമെൻറ് തന്നെ അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടാണത്. ഗവൺമെൻറ്റിന് എന്ത് വിലയാണ് ഇവിടെ ഉള്ളത്? ഓരോ കാര്യം പറയുകയാണെങ്കിൽ സ്വർണത്തിൻ്റെ കാര്യവും പിന്നെ പല പല കേസുകൾ എടുത്തു പറഞ്ഞ അത് നാണക്കേടായിട്ട് വരുന്ന ഒരുപാട് കേസുകൾ ദിവസം നമ്മളിങ്ങനെ അല്ലാതെ തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വാർത്താക്കാർ മുക്കണ് വേറെ, വാർത്താക്കാർ കുറേ വാർത്തകൾ മുക്കിയും കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അതൊന്നും പിന്നെ ആളുകൾക്ക് പറഞ്ഞാൽ അല്ല ചിലപ്പോൾ മനസ്സിലാവില്ല. അതായത് അവർ അനുഭവത്തിലെത്തുമ്പോഴാണ് ഇതൊക്കെ പഠിക്കുക. നമ്മളിത് പറയാനുള്ളത് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം.